പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്. നാളെ SSLC പരീക്ഷയ്ക്ക് പരീക്ഷ തുടങ്ങുകയാണ്. വിദ്യാർത്ഥികളെല്ലാം ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് പരീക്ഷ എഴുതാൻ പോവുകയാണ്. അക്കൂട്ടത്തിൽ ഷഹബാസ് എന്ന സഹവിദ്യാർത്ഥിയെ മൃഗീയമായി അടിച്ച് കൊന്ന, തലയോട് പൊട്ടിച്ച് കൊന്ന കുറ്റവാളികളും പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പോൾ കോപ്പിയടിച്ച കുറ്റത്തിന് പരീക്ഷ നിഷേധിക്കുന്ന കേരളത്തിൽ ഒരാളെ കൊന്ന കൊലയാളികൾക്ക് പരീക്ഷ നിഷേധിക്കാനുള്ള സാഹചര്യമില്ല എന്നത് നമ്മളെയൊക്കെ വളരെയേറെ എന്താ പറയുക, ഞാൻ എന്താണ് ഈ നിയമം? പ്രിയപ്പെട്ടവരെ, കോപ്പി അടിച്ചാലും നിങ്ങൾ ഡീബാർ ചെയ്യും. പക്ഷേ ഒരാളെ കൊന്നാൽ അതും അതേ പരീക്ഷ എഴുതാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സഹവിദ്യാർത്ഥിയെ പരസ്യമായിട്ട് അടിച്ച് കൊന്ന കുറ്റവാളികൾ, അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്ന നിയമം പുനഃപരിശോധിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഗവൺമെൻറ്റിന് നിലപാടെടുക്കാം. നിയമ സംവിധാനങ്ങളുണ്ട്, കോടതിയുണ്ട്. ഏതായാലും വളരെ ഭീകരമായ ഒരുതരം ക്രിമിനലിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഡിവിജ്വൽ ലെവലിലല്ല, സമൂഹം മൊത്തം ക്രിമിനലുകളായി മാറുന്ന, സോംബികളായി മാറുന്ന ഈ സോംബി കമ്മ്യൂണുകളെക്കുറിച്ച് സിനിമകളിലൊക്കെ കാണാറുണ്ട്, ഹോളിവുഡ് ഫിലിമിലൊക്കെ. അതുപോലെ ഒരു സമൂഹം മൊത്തം ക്രിമിനലുകളായി മാറുന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മോനെ അടിക്കുന്ന, ആ ഷഹബാസിനെ അടിച്ച് കൊല്ലുന്ന ആ രംഗം ഇപ്പോൾ വീഡിയോയിലൊക്കെ ചില ക്ലിപ്പുകളൊക്കെ വരുന്നുണ്ട്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ, ഇവരെ കൊല്ലാൻ ഇത്രമാത്രം പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗുണ്ടയാവുക എന്നത്, മനുഷ്യരെ കൊല്ലുക, ഗുണ്ടയാവുക എന്നത് ഒരു വലിയ കാര്യമായിട്ട്, അതൊരു വലിയ മഹത്വമായിട്ട് മനസ്സിലാക്കുന്ന ചെറുപ്പക്കാർ വളർന്നു വരികയാണ്. അതിൻ്റെ പ്രധാന ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സിനിമകളാണ്. ഇപ്പോൾ ഈയിടെയായി ഇറങ്ങുന്ന സിനിമകളിൽ അഴകിയ രാവണന്മാരായ നായകന്മാർ വില്ലൻ വേഷങ്ങളപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മഹത്വമാർന്ന വില്ലന്മാർ, കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുടെ നേതാക്കൾ, കൊട്ടേഷൻ മാഫിയ നേതാക്കന്മാർ, മയക്കുമരുന്ന് മാഫിയയുടെ നേതാക്കന്മാർ, അങ്ങനെ അവരൊക്കെ സമൂഹത്തിൻ്റെ റോൾ മോഡലുകളായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. അവർ റോൾ മോഡലുകളായിട്ട്, ആരാധ്യരായിട്ട് അവതരിക്കപ്പെടുന്ന സിനിമകൾ. മൂക്കിലേക്ക് വെള്ളപ്പൊടി വലിച്ചു കയറ്റുന്നതും, വൈറ്റ് പൗഡർ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നതും, എന്നിട്ട് അത് വലിച്ചു കയറ്റിയ ആവേശത്തിൽ കുറേ ആളുകൾ കൊല്ലുന്നതുമൊക്കെ ഇന്ന് കുട്ടികളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് സിനിമകൾ. അതിൽ അഭിനയിക്കുന്നതൊക്കെ വളരെ എന്താ പറയുക, റെപ്യൂട്ടഡ് ആയിട്ടുള്ള നായകന്മാരാണ്. അത് വളരെ 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 ഒരു എന്താ പറയുക, സിനിമ പണ്ടൊക്കെ നായകന്മാർ പ്രേംനസീറും മധുവും സത്യനും, എന്തിനും നമ്മുടെ സുരേഷ് ഗോപി പോലും അഭിനയിച്ച സിനിമകൾ, ഒരുപാട് സിനിമകൾ, അതിലൊക്കെ ഒരു നായകൻ എന്ന് പറയുന്നത് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളായിരുന്നു. മൂല്യങ്ങളുടെ, മാനുഷിക മൂല്യങ്ങളുടെ മനുഷ്യരൂപങ്ങളായിട്ടാണ് അവർ എഴുന്നേറ്റ് നിന്നത് ആ സിനിമകളിലൊക്കെ. ആ സിനിമകളൊക്കെ നൽകുന്ന നല്ല മെസ്സേജുകളുണ്ടായിരുന്നു. ഇന്ന് നായകന്മാർക്ക് നെഗറ്റീവ് റോളുകളിലാണ് താല്പര്യം. ഇന്നത്തെ സൂപ്പർ താരങ്ങളൊക്കെ അത്തരം റോളുകൾക്ക് പുറകിൽ നടക്കണം. അവർക്ക് അതാണ് വേണ്ടത്. അവർ മനസ്സിലാക്കുന്നുണ്ടോ എത്രമാത്രം ഇവർ ഈ സമൂഹത്തെ, യുവാക്കളെ, പ്രത്യേകിച്ച് യുവസമൂഹത്തെ വളരെ മോശമായ രീതിയിൽ ഇവർ സ്വാധീനിക്കുന്നു എന്ന്, ഇവരുടെ കഥാപാത്രങ്ങൾ അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഒരു 2-3 മണിക്കൂർ ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ മനുഷ്യൻ്റെ സൈക്കോളജി അനുസരിച്ചിട്ട് അതിൽ ആ സിനിമ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും. അത് ഒട്ടുമിക്ക മലയാള സിനിമകളിലും ഇപ്പോൾ ഈ വില്ലൻ കഥാപാത്രങ്ങൾ, നായകൻ വില്ലനാകുന്ന കഥാപാത്രങ്ങളാണ്. അപ്പോൾ അവരെ അതായിട്ട് മാറുകയാണ്. ഇത് നിരന്തരം കാണുന്ന ചെറുപ്പക്കാർ,
കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ആഗ്രഹം എന്താണെന്നറിയോ? ഗാന്ധിജിയെ പോലെയോ നെൽസൺ മണ്ടേലയെ പോലെയോ ആവുക എന്നൊന്നുമല്ല. അവർക്ക് ഇപ്പോഴാവേണ്ടത് ഇതുപോലുള്ള ഗുണ്ടാ മാഫിയകൾ, ഗുണ്ടാ നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ ആവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം സിനിമയുടെ ശക്തമായ സ്വാധീനം തന്നെയാണ്. ഇവിടെ സെൻസർ ബോർഡും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നിയമസഭയിൽ നിങ്ങളൊക്കെ ഞങ്ങളുടെ വോട്ടൊക്കെ വാങ്ങിച്ച് നിങ്ങളൊക്കെ നിയമസഭയിൽ പോയിരിക്കുന്നത് നിയമം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അടിസ്ഥാനമാകുന്ന സമാധാനപരമായ സാമൂഹിക ജീവിതത്തിന് അടിത്തറ പാകുന്ന നിയമങ്ങൾ നിർമ്മിക്കലാണ് നിങ്ങളുടെ പണി. അതുകൊണ്ട് നിയമനിർമ്മാണ സഭ എന്നാണല്ലോ അതിന് പറയുന്നത്. പാർലമെൻ്റ് ആണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരോട്, തമ്പുരാക്കന്മാരോട്, എന്നെപ്പോലുള്ള സാധാരണ പൗരന്മാർക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നിങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് വോട്ട് തന്ന് ജയിപ്പിച്ചാണല്ലോ നിങ്ങൾ അങ്ങോട്ട് അയക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് കൂട്ടായി ഇരുന്ന് തീരുമാനിക്കുക, ശക്തമായൊരു തീരുമാനം എടുക്കുക. കാരണം നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് മക്കളുണ്ടല്ലോ, നിങ്ങളുടെ സഹോദരിമാർക്ക് മക്കളുണ്ടല്ലോ, നിങ്ങളുടെ സഹോദരന്മാർക്ക് മക്കളുണ്ടല്ലോ, ഈ കൂട്ടത്തിൽ അവരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജനാധിപത്യ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കോളനികളിലും ജനകീയ സമിതികൾ പോലീസുമായിട്ട് സഹകരിച്ചുകൊണ്ട് ജനകീയ സമിതികൾ രൂപീകരിക്കേണ്ടതുണ്ട്. എൻ്റെ വീട്ടിലാണിത് നടക്കുന്നതെങ്കിൽ ഞാനത് അറിയിക്കാൻ ഉള്ള ആർജവം എനിക്കുണ്ടാവണം. എൻ്റെ കുടുംബത്തിലാണ് ഈ മയക്കുമരുന്നും ഉപയോഗിക്കുന്ന, കഞ്ചാവുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി ഉണ്ട്, ഒരു യുവാവുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ അത് ഇവരെ അറിയിക്കാനുള്ള, ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. അങ്ങനെ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങണം. അതിനാവശ്യമായ ഒരു സാമൂഹിക സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇനി ഒട്ടും വൈകിക്കൂടാ. കാരണം വലിയൊരു സോംബി സമൂഹത്തിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു സോഷ്യൽ മീഡിയയിൽ. ഭാര്യയും ഭർത്താവും കൂടെ കഞ്ചാവ് അടിച്ചിട്ട്, കഞ്ചാവിൻ്റെ ലഹരിയിൽ ഒരുപാട് വാഹനങ്ങൾ ഇടിച്ച് അവസാനം പോലീസുകാർക്ക് പോലും ഇവരെ പിടിക്കാൻ കഴിയാതെ അവസാനം JCB കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിട്ടാണ് അവരെ പിടിച്ചത്. കാരണം അവർക്ക് അറിയുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. അത്രമാത്രം രണ്ടാളും കഞ്ചാവിൻ്റെ ലഹരിയിലാണ്. പ്രിയപ്പെട്ടവർ, ഇവർക്ക് മക്കളുണ്ടാവും. ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവർ കഞ്ചാവിൻ്റെ ലഹരിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ MDMൻ്റെയും കൃത്രിമ രാസ ഡ്രഗുകളുടെയും ലഹരിയിലായിരിക്കും ആ കുട്ടികൾ വളരുക. ഇത് വലിയൊരു സാമൂഹിക വിപത്താണ്, വലിയൊരു വെല്ലുവിളിയാണ്. ഇതിനെ നേരിടേണ്ടതുണ്ട്. ശക്തമായ നിലപാടുകളും നടപടികളും നിയമനിർമ്മാണങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. സ്കൂളുകളിൽ ഏത് സമയത്തും, സ്കൂളുകളിലും കലാലയങ്ങളിലും പോലീസുകാർക്കും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും മിന്നൽ പരിശോധന നടത്താനുള്ള അവകാശം ഗവൺമെൻറ് കൊടുക്കേണ്ടതുണ്ട്. അത് ആഴ്ചയിൽ ഇന്ന ദിവസം എന്നല്ല, മിന്നൽ പരിശോധന ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ലൈറ്റ്നിങ് പരിശോധന നടത്താനുള്ള അവകാശം ഗവൺമെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കേണ്ടതുണ്ട്. അധ്യാപകന്മാർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുക്കണം ഗവൺമെൻറ്. പൂർണ്ണ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ ഇത്തരം സംഗതികളിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളോട്, എൻ്റെ പെൺമക്കളോട്, എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളത്, നിങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബലിയാടുകൾ കേട്ടോ. കാരണം നിങ്ങളെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയ നിങ്ങളെ ഉപയോഗിക്കും. ഒരു പെൺകുട്ടിക്ക് ഒരു തവണ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലഹരിയിൽ ഇവരുടെ നഗ്നചിത്രങ്ങൾ പകർത്തും. എന്നിട്ട് അത് വെച്ചിട്ട് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടായിരിക്കും ഈ സാധനം ഈ കുട്ടിയിലൂടെ, ഒരു പെൺകുട്ടിയിലൂടെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. പല പെൺകുട്ടികളും ഈ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയപ്പെട്ടുകൊണ്ട് മയക്കുമരുന്നിൻ്റെ കരിയർമാരാവുകയും വിൽപ്പനക്കാരാവുകയും ചെയ്യുന്ന വളരെ ദാരുണമായൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ജാഗരൂകരാവുക.
ബോധവും ബോധ്യത്തോടെയും ജീവിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ, ബോധത്തോടെ, ബോധ്യത്തോടെ അക്ബർ സ്നേഹക്കൂട്.